പണ്ടുകാലത്ത് ട്രെയിനുകളിൽ ഉപയോഗിച്ചിരുന്ന സ്റ്റീം എഞ്ചിനുകളെപ്പറ്റി കഴിഞ്ഞ വീഡിയോയിൽ എല്ലാവരും പരിചയപ്പെട്ടല്ലോ അല്ലേ? അപ്പോൾ DD ഹബിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഈ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് പോളണ്ടിലെ വാർസോ നഗരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു സ്റ്റേഷൻ മ്യൂസിയത്തിലെ കാഴ്ചകളാണ്. പോളണ്ട് എന്ന യൂറോപ്യൻ രാജ്യത്തിൻ്റെ റെയിൽവേ ചരിത്രത്തിനെ ആഴത്തിൽ പരിചയപ്പെടുത്തുന്ന ഒരു പ്രധാന സാംസ്കാരിക കേന്ദ്രം കൂടിയാണ് വാർസോയിൽ സ്ഥിതി ചെയ്യുന്ന ഈ സ്റ്റേഷൻ മ്യൂസിയം. വാർസോ നഗരത്തിൽ പുതിയ റെയിൽവേ സ്റ്റേഷൻ, അതായത് വാർസോ സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ ഓപ്പൺ ചെയ്തതിന് ശേഷം ഇപ്പോൾ നമ്മൾ കാണുന്ന ഈ റെയിൽവേ സ്റ്റേഷൻ ഉപേക്ഷിക്കപ്പെട്ടിരുന്നു. വലിയൊരു ടൗണിന് നടുക്കിൽ എങ്ങനെയാണ് റെയിൽവേ ട്രാക്കുകൾ കടന്നു പോകുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് വലിയൊരു അണ്ടർഗ്രൗണ്ട് റെയിൽവേ സ്റ്റേഷൻ പ്രവർത്തിക്കുന്നത് എന്നുള്ളതിൻ്റെ ഒരു ഇംപ്ലിമെൻറ്റേഷനും നമുക്ക് ഈ ഒരു മ്യൂസിയത്തിൽ കാണാനായിട്ട് സാധിക്കും. പോളണ്ടിൻ്റെ റെയിൽവേയുടെ ചരിത്രത്തിൽ പ്രാധാന്യമുള്ള 50-ൽ അധികം വണ്ടികൾ, ലോക്കോമോട്ടീവുകൾ എല്ലാം ഉൾപ്പെടുന്നു. ഉദാഹരണത്തിന് 1904 നിർമ്മിതമായ സ്റ്റീം പാസഞ്ചർ ടാങ്ക് ലോക്കോമോട്ടീവ്, 1905 നിർമ്മിതമായ ഓയിൽ 29 സ്റ്റീം പാസഞ്ചർ ലോക്കോമോട്ടീവ് എന്നിവ കാണാനായിട്ട് കഴിയും. 1931 സ്ഥാപിതമായ ഈ മ്യൂസിയം പോളണ്ടിലെ റെയിൽവേയുടെ സമ്പന്നമായ ചരിത്രത്തെ പ്രദർശിപ്പിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. 1972 നിലവിലെ സ്ഥിതിയിൽ സ്ഥാപിതമായ ശേഷം 2016 സ്റ്റേഷൻ മ്യൂസിയം എന്ന പേരിൽ പുതുക്കി തുറക്കുകയായിരുന്നു. ഈ മ്യൂസിയത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് മോഡൽ ലോക്കോമോട്ടീവുകൾ, ട്രെയിനുകൾ, യൂണിഫോമുകൾ, ബാനറുകൾ, മാപ്പുകൾ, സമ്മാനങ്ങൾ, ഗതാഗത നിയന്ത്രണ ഉപകരണങ്ങൾ, ക്ലോക്കുകൾ എന്നിവയൊക്കെയാണ്. ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സ്റ്റീം ലോക്കോമോട്ടീവ് ഓയിൽ 29 എന്ന് പറയുന്ന ഒരു ലോക്കോമോട്ടീവിൻ്റെ ഡെമോ വേർഷനാണ്. ഇതിൻ്റെ ഒറിജിനൽ വേർഷനും നമുക്ക് മ്യൂസിയത്തിന് പുറത്തായിട്ട് കാണാനായിട്ട് സാധിക്കും. സ്റ്റീം ലോക്കോമോട്ടീവിൻ്റെ ഈ ഒരു വേർഷൻ മാത്രമല്ല, പല വേർഷനും സ്റ്റീം ലോക്കോമോട്ടീവിൻ്റെ TKB3 129 അതുപോലുള്ള പല വേർഷനുകളും ഡെമോയായിട്ടും അതിൻ്റെ ഒറിജിനൽ വേർഷനായിട്ടും നമുക്ക് കാണാനുള്ള സൗകര്യം ഈ മ്യൂസിയത്തിൽ ഒരുക്കിയിരിക്കുന്നു. മ്യൂസിയം സന്ദർശിക്കുന്ന നമ്മളെപ്പോലുള്ള ആളുകളെ ഉദ്ദേശിച്ചാവാം ഓരോ ഡെമോയുടെയും സൈഡിൽ ആ ഒരു ഡെമോയുടെ ഡിസ്ക്രിപ്ഷൻ ഇംഗ്ലീഷിലും ഒപ്പം തന്നെ പോളിഷിലും കൊടുത്തിരിക്കുന്നതായിട്ട് കാണാനായി സാധിക്കും. ചില സ്ഥലത്ത് എഞ്ചിനുകൾ മാത്രമല്ല, ഒരു ഫുൾ ട്രെയിൻ തന്നെ ഡെമോയ്ക്ക് വെച്ചിരിക്കുന്നതായിട്ട് നമുക്ക് കാണാനായി സാധിക്കും. ഈ കാണിക്കുന്നത് ഒരു ഇലക്ട്രിക് ട്രെയിനിൻ്റെ മോഡലാണ്. ട്രെയിനുകൾ എല്ലാ കാലത്തും എല്ലാ പ്രായത്തിലുള്ളവർക്കും ഒരു അത്ഭുതം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ആ മ്യൂസിയത്തിലേക്ക് വരുന്ന കുഞ്ഞുങ്ങളും ആകാംക്ഷഭരിതരായി ഓരോ കാഴ്ചകളും കാണുന്നുണ്ടായിരുന്നു. ഓരോ കാലം കഴിയും തോറും പുതിയ എഞ്ചിനുകൾ വരുന്നതിൻ്റെ ആ ഒരു ട്രാൻസ്ഫോർമേഷനും നമുക്ക് ഈ ഒരു മ്യൂസിയത്തിൽ കാണാനായിട്ട് സാധിക്കും. ഈ കാണിക്കുന്നത് ഒരു ഡീസൽ എഞ്ചിൻ ഇലക്ട്രിക്കൽ എഞ്ചിനായിട്ട് ഉള്ളതിൻ്റെ ട്രാൻസ്ഫോർമേഷനാണ് കാണുന്നത്. വളരെ വിശാലമായി കിടക്കുന്ന ഒരു നഗരത്തിലൂടെ എങ്ങനെയാണ് റെയിൽവേ ലൈൻ കടന്നു പോകുന്നത് എന്നതിൻ്റെ ഒരു ദൃശ്യാവിഷ്കാരവും അവിടെ ക്രമീകരിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് ഒരു അണ്ടർഗ്രൗണ്ട് റെയിൽവേ സ്റ്റേഷൻ നിർമ്മിക്കുന്നതെന്നും നമുക്ക് ആ ഒരു ദൃശ്യത്തിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഈ ഒരു റെയിൽവേ ട്രാക്ക് കൊണ്ടുവന്നിരിക്കുന്നതിൻ്റെ ദൃശ്യാവിഷ്കാരമൊക്കെ കാണുമ്പോൾ അന്നത്തെ ജനങ്ങൾ എന്തുമാത്രം കഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാനായിട്ട് നമുക്ക് സാധിക്കും. ഇത് കണ്ടപ്പോൾ കൂടെ വന്ന പൊന്നുവും ഭയങ്കര ആകാംക്ഷഭരിതയായി എല്ലാം നോക്കി കാണുന്നുണ്ടായിരുന്നു. അത് കണ്ടപ്പോൾ എന്തെന്നില്ലാത്ത സന്തോഷവും തോന്നി. നമ്മളിപ്പോൾ കാണുന്നത് 1958 നിർമ്മിതമായ ഒരു ലോക്കോമോട്ടീവാണ്. ഇത് മെയിനായിട്ട് നിർമ്മിച്ചത് ഷണ്ടിങ് പർപ്പസിന് വേണ്ടിയിട്ടാണ്. ഒപ്പം തന്നെ ഗ്യാസ്, മെറ്റൽസ്, ബ്രിക്സ്, ഒപ്പം തന്നെ മറ്റുള്ള സാധനങ്ങളും എങ്ങനെയാണ് അതിൽ കൊണ്ടുപോയിരുന്നതെന്നുള്ള ഒരു ഡെമോ വേർഷനും ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഓരോ കാലഘട്ടം കഴിയും തോറും എല്ലാത്തിനും രൂപമാറ്റം സംഭവിച്ചു. അങ്ങനെ അവസാനം ഇലക്ട്രിക്കൽ എഞ്ചിൻ കണ്ടുപിടിച്ചു. ഇനി നമ്മൾ കാണുന്നത് ഇലക്ട്രിക്കൽ എഞ്ചിനുകളുടെ ഒരു കളക്ഷനാണ്. ഓരോ ഡെമോയുടെ സൈഡിൽ വിസിറ്റേഴ്സിന് വളരെ ഉപകാരപ്രദമാകും വിധം
ഓരോ എഞ്ചിനും കണ്ടുപിടിച്ച വർഷവും ആരാണ് കണ്ടുപിടിച്ചതെന്നും എന്ത് പർപ്പസിന് വേണ്ടിയിട്ടാണ് അത് കണ്ടുപിടിച്ചതെന്നുമുള്ള ഒരു ബ്രീഫ് ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് സന്ദർശകർക്ക് വളരെ ഉപയോഗപ്രദമായി തോന്നി. നമ്മൾ ആദ്യം ഈ വീഡിയോയിൽ കണ്ടു ഒരു നഗരത്തിൽ എങ്ങനെയാണ് റെയിൽവേ ട്രാക്ക് കടന്നു പോകുന്നത്, എങ്ങനെയാണ് അത് അവിടെ നിർമ്മിച്ചിരിക്കുന്നതെന്ന് നമ്മൾ കണ്ടു. അതുപോലെ തന്നെ ഒരു ബ്രിഡ്ജ്, റെയിൽവേ ബ്രിഡ്ജ് എങ്ങനെയാണ് നിർമ്മിച്ചിരിക്കുന്നത്, ഒരു ഗ്രാമത്തിലൂടെ, ഒരു മലയിടുക്കിലൂടെ എങ്ങനെയാണ് ആ റെയിൽവേ കടന്നു പോകുന്നത് എന്നുള്ളതിൻ്റെ ദൃശ്യാവിഷ്കാരവും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആ ഗ്രാമത്തിലുള്ള ഒരു റെയിൽവേ സ്റ്റേഷനും അതിനോടനുബന്ധിച്ചുള്ള കെട്ടിടങ്ങളും നമുക്ക് ഈ ദൃശ്യത്തിൽ കാണാനായിട്ട് സാധിക്കും. അതുമാത്രമല്ല, ഓരോ ട്രെയിൻ വരുന്തോറും അത് ഓരോ റൂട്ട് തിരിച്ചുവിടുന്ന ഒരു പ്രോസസ്സും നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇത്രയും നേരം നമ്മൾ കണ്ടത് പല ടൈപ്പിലുള്ള ലോക്കോമോട്ടീവ്സും അവ യൂസ് ചെയ്തിട്ടുള്ള ഒരു മുഴുവൻ ട്രെയിനുകളും അവ എങ്ങനെയാണ് ഏത് റെയിൽവേ ട്രാക്കിലൂടെയാണ് പോകുന്നതെന്നുമുള്ള ഒരു കാഴ്ചയാണ് നമ്മൾ ഇത്രയും നേരം കണ്ടത്. ഇനി നമുക്ക് ഓരോ എഞ്ചിനുള്ളിലും എന്തൊക്കെയാണ് ഉള്ളതെന്ന് കണ്ടാലോ. ഇപ്പോൾ നമ്മൾ കാണുന്നത് രണ്ട് മലനിരകളെ തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു റെയിൽവേ ട്രാക്കാണ് കേട്ടോ. ഇപ്പോൾ നമ്മൾ കാണുന്നത് പഴയ ഇലക്ട്രോ മെക്കാനിക്കൽ കമ്പ്യൂട്ടിങ്ങിനായിട്ട് ഉപയോഗിച്ചിരുന്ന ഒരു ഉപകരണമാണ്. ഇത് പിന്നീട് ഡിജിറ്റൽ കമ്പ്യൂട്ടറുകളിലേക്ക് വഴിയൊരുക്കിയ ഒരു കമ്പ്യൂട്ടിംഗ് യന്ത്രങ്ങളിൽ ഒന്നാണ്. ഇപ്പോൾ നമ്മൾ കാണുന്നത് ഒരു ട്രെയിൻ കൺട്രോൾ ക്യാബിനാണ്. ഡ്രൈവർ ട്രെയിൻ നിയന്ത്രിക്കുന്നതിനുള്ള വിവിധ സ്വിച്ച്, ബട്ടൺ, ലിവർ എന്നിവ കൺസോളിൽ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. മുന്നിലുള്ള വിൻഡോ വഴി ട്രാക്കും ദൃശ്യമാണ്. സീറ്റിനടുത്തായി സ്റ്റിയറിംഗ് പോലുള്ള നിയന്ത്രണ ഉപകരണങ്ങളും കാണാനായിട്ട് സാധിക്കുന്നു. ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു പഴയ വാപ്പർ എൻജിൻ ട്രെയിനിൻ്റെ മോഡൽസാണ്. 19-ാം നൂറ്റാണ്ടിൽ ഉപയോഗിച്ചിരുന്ന സ്റ്റീം എൻജിൻസ് ആണ് ഇവ. ഇതിനുശേഷം നമ്മൾ കണ്ടത് പണ്ടുകാലത്ത് ഉപയോഗിച്ചിരുന്ന റാന്തൽ വിളക്കുകൾ പോലുള്ള ലൈറ്റുകളാണ്. അതിൻ്റെ ഒരു കളക്ഷനും നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നു. എല്ലാവർക്കും ട്രെയിൻ മ്യൂസിയത്തിലെ കാഴ്ചകൾ ഇഷ്ടപ്പെടുന്നുണ്ടല്ലോ അല്ലേ? ഇനിയിപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ.